ഓക്കെ വെൽക്കം ബാക്ക് ടു സാൻ ഗെയിമിംഗ് 0.10. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഗ്രാനി 3 ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ കുറച്ച് സെൻസിറ്റീവ് പ്രശ്നമുണ്ട്, എന്നാലും നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളതിന് 2 കല്ലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സെൻസിറ്റീവ്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു സെൻസിറ്റീവ് പ്രശ്നമെന്ന്. നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കി, പക്ഷെ നമ്മൾ സെൻസിറ്റിവിറ്റിയിൽ ഒരു പ്രശ്നമുണ്ട്. അത് ഗ്രാനി 3 വൈഫൈ പ്രശ്നമായിട്ട് എല്ലാം നമ്മൾ റെഡിയാക്കിയിരുന്നു. അടുത്ത കളിങ്ങൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചാൽ അടുത്ത ഗ്രാനി 1 ആയിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. ഗ്രാനി 1 കളിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കുമ്പോൾ തന്നെ അടിച്ചു വയ്ക്കാൻ പറ്റും. കമൻറ്റ് ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തതിന് വരുന്നത് ഗ്രാനി 2ക്കാണ് ഗ്രാനി 1 നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫാൻസ് ആയിരിക്കാൻ നോക്കാം. നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ കാണുന്നില്ല ഗൈസ്. ഗ്രാനിയെല്ലാം നാട് വിട്ടു തോന്നുന്നു ഗൈസ്. തളകൊക്കെ നമ്മളെ പേടിയപ്പോൾ തന്നെ എന്താക്കും തളേ തളേ ഗ്രാനിക്ക് നമ്മളെ പേടിയാന്ന് തോന്നുന്നു. നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കളിക്കാം. തള്ളപ്പം മോനെന്ന് വിളിച്ച് വരുമല്ലോ ഗൈസ്. എന്താ ഗൈസ് വരാത്തത്? നമ്മൾ കുറേ നേരം ഡ്രോപ്പ് ചെയ്യണം. ഗൈസ് വന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി തോന്നുന്നു. ഓക്കെ, എന്തായാലും വരുമോ ഒരു സംശയമാണ്. പിന്നെ ഹെഡ് ഒന്ന് ഓട്ടിക്കണം, ഇല്ലാതെ നമുക്ക് ഉറക്കം വരില്ല. ഓക്കെ, ഹെഡ് അങ്ങ് ഓട്ടിക്കുക ഗൈസ്. കറക്റ്റ് ഹെഡ് ഓട്ടിക്കണം. ലൈറ്റ് കൊണ്ടുവെക്കാൻ വെച്ചാൽ വരെ ഈ തള്ള നമ്മളെ ഇടങ്ങാറാക്കുന്നു. തള്ളപ്പോൾ ഡ്രോപ്പ് ചെയ്യും ഗൈസ്. അതിന് മുന്നേ നമുക്ക് കാക്കനെ അടിച്ച് കൊല്ലേണ്ടതാണ് ഗൈസ്. കാക്കനെ പൊക്കിച്ച് കൊല്ലണം ഗൈസ്. നമുക്ക് ടച്ച് കൊല്ലണമെങ്കിൽ ആദ്യം നമുക്ക് ഫ്യൂസൊക്കെ കൊണ്ടുപോയി വെക്കാം. ഫ്യൂസ് നമുക്ക് എടുക്കാം. നമുക്ക് വീൽ ക്രാങ്ക് കിട്ടിയിട്ടുണ്ടാകും, കൊണ്ടു വെക്കാം. നമുക്ക് വേറെ കൊണ്ടാം ഗൈസ്. വീടിനൊന്നും പ്രശ്നം വെച്ചാൽ പോലെ സെൻസിറ്റിവിറ്റിയാണ് പ്രശ്നം. അതിങ്ങനെ പടച്ച് കളിക്കുന്നു, എന്തോ ഭൂമി വിൽക്കും പോലെ. നമ്മൾ ഉടൻ തന്നെ പരിഹരിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്. ഇത് പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. അതേമാതിരി നിങ്ങൾക്കറിയാലോ, പെരുന്നാളിന് തള്ള സമ്മാനം തരാനാണ് നമ്മൾ വിളിച്ചത്. പക്ഷെ തള്ളക്കാണ് സമ്മാനം കിട്ടിയത്. ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ഗൈസ്. തള്ള കണ്ടു. ഓക്കെ, നമുക്ക് 4 കാരെ കിട്ടണം. കോയിനൊക്കെ വേണ്ടേ? കോയിൻ വേണ്ട ഗൈസ്. സോറി ഗൈസ്, കോയിൻ ട്രെയിൻ എസ്കേപ്പിനാണ്. ഇതെന്തോ നിങ്ങൾക്ക് ഇതിന് നമുക്ക് ഇലക്ട്രിസിറ്റി വേണം. എനിക്ക് കാക്കനെ നമ്മൾ അടിച്ചു കൊല്ലണം ഗൈസ്. അതിന് മുന്നേ നമുക്ക് ഇവിടെ തപ്പി വെക്കാം. തേങ്ങ ഉണ്ടാവും തോന്നുന്നു. തേങ്ങ ഹെഡ്ലോക്ക് ഇട്ടുണ്ട്. ഗൈസ് ഇവിടെ ഒന്നുമില്ലാന്നാണ് എൻ്റെ സംശയം. നമുക്ക് മാച്ച് ബോക്സ് മാച്ച് ബോക്സിൻ്റെ സംശയം വെച്ച് നോക്കാൻ താഴെ എൻ്റെതും അങ്ങനെ തന്നെ. ഇവിടെ നമുക്ക് നോക്കിയേക്കാം. ഇവിടെ മാച്ച് ബോക്സ് ഉണ്ടെങ്കിൽ താഴെയാണ് ഗൈസ്. പിന്നെ നമുക്ക് എണീച്ചിട്ടുണ്ടാവും തോന്നണേ. പിന്നെ നമ്മൾ ആ മരം വേണം ഗൈസ്. മരം അതായത് നമ്മളെ മരക്കഷ്ണം ഗൈസ്. മാച്ചസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ മരം കൂടി കിട്ടിയാൽ നമ്മൾ കളി ജയിച്ചിരിക്കുന്നത്. ആ ഷെഡ് നമുക്ക് കിട്ടിയാൽ മതിയേനു, നല്ലതേനു. തള്ള എണീറ്റും തോന്നുന്നു. നമുക്ക് ഒളിക്കാം ഗൈസ്. നമുക്ക് എഡ്ജ് വെച്ചിട്ട് മുങ്ങാൻ വെച്ചാൽ മരം. എഡ്ജ് എടുത്താൽ ഗൈസ് ഗ്രാനി നമ്മൾ ബൈക്കിടുണ്ടോ? നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇനി നമുക്ക് മരപ്പലൊക്കെ കണ്ടുപിടിക്കാം. ഡേ 1 എങ്ങനെ അറിയില്ല ഗൈസ്. നൈസായിട്ട് ചത്തുണ്ട്. എന്താ മനസ്സിലാക്കി. നമുക്ക് ഇത് കൊടുക്കാം. നമുക്ക് അത്യാവശ്യമാണ് ഗൈസ്. അത് നമുക്ക് ലാസ്റ്റ് വെച്ചാൽ മതി വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തപ്പി വെക്കാം ഗൈസ്. ഗൈസ് ഇവിടെ ടെഡിയാണ്. ടെഡി നമുക്ക് വേണ്ട ഗൈസ്. എടുത്ത കുറച്ച് സീനാണ് ഗൈസ്. ഗൈസ് ഗ്രാനി ഇവിടെ വരെ ഗ്രാനി 3 കുറേ വീഡിയോ ഉണ്ട്. നമുക്കതൊക്കെ കളിക്കണം. നമ്മൾ ഫ്രീ ഫയർ കാണാത്ത ഇപ്പം തന്നെ പോയി കാണാം ഗൈസ്. നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കാണാൻ വേഗം. അച്ഛന്മാരെ ഗ്രാനി 2 അടുത്ത് എന്തായാലും ഇടുന്നതായിരിക്കും. നമുക്ക് ഇതെടുത്ത് നമുക്ക് താഴത്ത് ചാടണ്ട. എന്തുകൊണ്ട് നമുക്ക് എടുത്ത് താഴെ അതായത് നമുക്ക് ലിഫ്റ്റ് ഇതങ്ങ് കൂടെ ഇട്ടേക്ക് ഗൈസ്. നമുക്ക് ലിഫ്റ്റായിടാൻ തോന്നുന്നു. മരപ്പല നമുക്ക് എന്തായാലും വെച്ച് എന്താ കിട്ടാൻ നോക്കാം.
എൻ്റെ ഉദാഹരണത്തിൽ പാഡ്ലോക്ക് ആയിരിക്കും. ആ ഗൈസ് പാഡ്ലോക്ക് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട ഗൈസ്. നമുക്ക് താഴോട്ടേക്ക് നൈസായിട്ട് ചാടാം. അവരെ കള്ളപ്പി കള്ള എണീറ്റിട്ടുണ്ട്. ഗൈസ് ഗ്രാനി ചിരിക്കുന്നുണ്ട് ആരും കാണാണ്ട്. നമുക്ക് ഇറങ്ങാം. ഇപ്പോഴത്തെ ഭാഗത്താന്ന് തോന്നുന്നു ഈ ഷെൽഫിൽ ആരോടാണ് കള്ള ട്രാപ്പ് ഇട്ടൊക്കെ വെച്ചാമാരെ. ഗൈസ് നമുക്ക് ഇത് ഫയർവുഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരെല്ലാം മറന്നുപോയി ഗൈസ്. കുറേ കാലത്തിന് ശേഷം നമ്മൾ കളിക്കുന്നത്. ഗൈസ് ലിഫ്റ്റ് ഓൺ ആക്കിയില്ല. ലിഫ്റ്റ് ഓണാക്കുന്ന കാര്യമില്ല. നമുക്ക് പുറത്ത് റൗണ്ട് പോയി വന്നാലും അപ്പോൾ കല്ലും കിട്ടിയാലും കിട്ടും. നമുക്കൊരു പുറത്തേക്ക് റൗണ്ട് പോയാൽ ഗൈസ് പുറത്തൊരു കല്ല് കണ്ട മാതിരി തോന്നിയിട്ടുണ്ട്. കല്ലെന്നാ പോയി വൈ കല്ല് വൈ നേരം കണ്ട കല്ലവിടെ പോയി. ഇതാണ് ഗൈസ് ഈ ഗെയിമിൻ്റെ പ്രശ്നം, കല്ലിന് ക്ഷാമം. നമുക്ക് മുന്നോട്ട് പോയേക്കാം. ഇവിടെ വെള്ളമല്ല വറ്റി കല്ലാണ്. ഒരു മുതൽ നമ്മളായിട്ട് കാത്തിക്കാണ് ഇതൊന്ന് കിട്ടാൻ വേണ്ടി. മുതലൊക്കെ ബിരിയാണി വേണം പോലെ അതും ഗൈസ് അവിടെ ഒരു കല്ല് കണ്ടിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ചെമ്മലെ ഗ്രാനി എവിടുന്നോ ട്രാപ്പൊക്കെ കിട്ടുന്ന സൗണ്ട് കിട്ടുന്നുണ്ട്. ഇവിടൊക്കെ മിന്നുന്നുണ്ട്, പക്ഷെ കല്ല് അടുത്തേക്ക് വന്നതൊക്കെ കാണാനുണ്ടോ? അതാണ് ഗൈസ് പ്രശ്നം. നിങ്ങൾക്ക് ഇതിൻ്റെ പരിഹാരം അറിയാൻ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കല്ല് കിട്ടുന്ന പരിപാടി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ചെമ്മലെ ലിഫ്റ്റ് താഴെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കല്ല് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷെഡ് ചെയ്യാൻ നിർബന്ധമാണ്. ഷെഡ് ചെയ്യില്ലാണ്ട് നമുക്ക് ജനറേറ്റർ ഒന്നും ഓണാക്കാൻ കഴിയില്ല. ചമാരെ ഇതിലങ്ങ് എസ്കേപ്പ് ചെയ്ത് നിങ്ങൾ എന്തായാലും ലൈറ്റ് അടിച്ച് പൊട്ടിക്കണം. ചമാരെ ഒരു സംശയം കൊണ്ട് ലൈറ്റ് അടിച്ച് പൊട്ടിക്കാം. അതാ കല്ലാടെ മീനുണ്ട്. നോക്കാം. ചമാരെ മുതലച്ചേട്ടൻ്റെ അടുത്താണ്. ഒരു ഇവിടെയൊക്കെ കൊണ്ടുപോയി കല്ലിടുക ഗൈസ്. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് ഇവിടെ ഒച്ചണ്ടാക്കിയിട്ട് നമുക്ക് മുന്നിൽ കൂടി പോകണം. അതാണ് എൻ്റെ ട്രിക്ക് പറയും. ചമാരെ എനിക്കൊരു സംശയമുണ്ട്, തള്ള ഇവിടെ നിന്ന് ചുറ്റി കറങ്ങുന്നുണ്ട്. നമുക്ക് ബാക്കോട്ടേക്ക് പോകാൻ ഏത് വേണമെങ്കിൽ വരാം. നമുക്ക് ഇവിടെ ഒച്ചുണ്ടാക്കിയാൽ ഗ്രാനി ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പം നമുക്ക് മുന്നോട്ടേക്ക് പോയാൽ അതാണ് എൻ്റെ ഒരു ഐഡിയ പറയുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം തോന്നിയിട്ടുണ്ട്, നമ്മൾ ഗ്ലിച്ച് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അച്ഛന്മാർ നമ്മൾ ക്ലിച്ചിൻ്റെ ഷോർട്സ് ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് തുറക്കുക. കാരണം എനിക്ക് വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് വിചാരത്തോടെ. ഗത്താൻ്റെയും കടലിൻ്റെ നടുവിലായി അച്ചിപ്പറമ്മച്ചി ഓടിക്കോ ഗൈസ്. വേഗം തന്നെ ഇവിടെ നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നു. അതാണ് ബുദ്ധി തോന്നുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വരും. ആ സമയം കൊണ്ട് നമുക്ക് മുകളിലിടും. വേഗം തന്നെ എടുക്കുക, എന്നിട്ട് ലിഫ്റ്റ് കയറി പോവാം. സ്വിച്ച് ഓൺ ആക്കാൻ മറക്കരുത് ഗൈസ്. ഗൈസ് സെൻസിറ്റീവിൻ്റെ പ്രശ്നമാണ്. ആ സമയം കൊണ്ട് ഇപ്പോൾ ഗ്രാനി വരും. അതാണ് നമുക്ക് ബാക്കോട്ട് എടുക്കാം, പ്ലാങ്ക് എടുക്കാം. ഗൈസ് നമുക്ക് നൈസായിട്ട് ഒന്ന് നോക്കി നോക്കാം ഗ്രാനി വരുന്നുണ്ടോ. എന്തായാലും ഗ്രാനി 100% വരും. ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം ആദ്യം സെൻസിറ്റിവിറ്റി കുറേ പ്രശ്നമാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കുറേ സെൻസിറ്റിവിറ്റി ഉണ്ടോ? സെൻസിറ്റീവ് പ്രശ്നമാണ് ഗൈസ്. നമുക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നു. നമുക്ക് ലിഫ്റ്റ് ഓണാക്കാം. ഇത് ലിഫ്റ്റ് ഓണാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ കാരണം ഗൈസ് ഈ മാച്ചസ് കൊണ്ട് ഇത് കത്തിക്കാൻ മാത്രം ഗൈസ്. ഇത് ഷെഡ് തുറക്കാം. നമുക്ക് ഇവിടെ ഇറങ്ങാം. നമ്മുടെ സ്റ്റേഷന് വിടാം. തള്ളാൻ്റെ സൗണ്ട് ഞാൻ കേട്ട് ആളിവിടെ ആയതുകൊണ്ട് വരെ നമുക്കൊരു സുഖത്തിന് എടുക്കാം. തള്ളായിരുന്നു ട്രാപ്പ് എടുക്കുന്നത്. ബോഡി വരുമ്പോൾ ട്രാപ്പ് തള്ളപ്പൊക്കെ നമുക്ക് ഫയർവുഡ് എടുക്കാം. ഫയർവുഡ് നമുക്ക് എടുക്കാം. വേഗം കൊണ്ടിട്ട് നമുക്ക് കത്തിക്കുക. ഗ്രാനി വരൂല എന്ന പ്രതീക്ഷയോടെ പോകുന്നു. ഗൈസ് ഗ്രാനി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഹൈഡ് ആൻഡ് സീക്ക് അല്ല, ഓറിയോ. മറ്റന്മാരെ ഹൈഡ് ആൻഡ് സീക്ക് ഓളെ കെട്ടിയവനോട് പോയി കളിക്കാൻ പറയും. ഏടിയുടെ പെട്ടക്കളവനില്ലേ നമ്മളെ കാണപ്പാ കക്കാട് ശരി. അല്ലെങ്കിൽ രണ്ടും കപ്പിച്ച് പോവാ.
വരുന്നവർ തെച്ച് കാണാല്ലേ അതെ കഴിച്ചില്ലേ. കാക്കൻ്റെ കുണ്ടി പുകഞ്ഞൊക്കെ ഉണ്ടാവും. രസം മുളകും പൊടി കൂടി ഇട്ട് കൊടുത്താലോ അടിപൊളിയാവും കഴിച്ച്. വേഗം തന്നെ നമുക്ക് കയറാൻ ഇപ്പൊ അങ്ങോട്ടേക്ക്. കാക്ക ബിരിയാണിക്കോ നമുക്ക് മുതലച്ചേട്ടനോട്. ഈ കാക്കല്ലേ ലോക സൗണ്ടാണ്. ഇത് കളത്തിനെ വിളിച്ചു തരും. നമ്മള് വൈഫൈ നോക്കാം. കാക്കൻ്റെ കുണ്ടി പുകഞ്ഞു. നമുക്ക് വേഗം തീരുത്താം. അച്ഛന്മാരെ നിങ്ങൾക്ക് വേടനാണോ ഡാബ്ജിനാണോ ഇഷ്ടം? നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക. വേടൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ചാടാൻ കൈ സൂക്ഷിച്ച് ചാടിയില്ലെങ്കിൽ നമ്മൾ ചാവും. അതിൻ്റെ ഇടയ്ക്ക് സെൻസിറ്റീവിൻ്റെ പ്രശ്നവും കൂടി ഉണ്ട്. നമ്മൾ ചാവൂല, അങ്ങനെ ചാവൂല, നമ്മളങ്ങനെ വിട്ടുകൊടുക്കുക. ആനിമേഷൻ അടിക്കുന്ന അച്ഛന്മാരെ ആനിമേഷൻ ഇല്ലാണ്ട് ചാടണം. നിങ്ങൾ പ്രോ ആണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഗ്രാനിയുടെ ഒച്ച വെക്കുന്നുണ്ട് കഴിച്ച്. മോനെ പറയുന്നുണ്ട്. നമുക്കൊന്ന് ചാടിയാലോ? കള്ള പ്രസവിച്ചു തോന്നുന്നു നമ്മൾ. ഡോറിൻ്റെ ഉള്ളിൽ ചാടണം. എന്തായാലും ഇങ്ങോട്ട് ഇവിടെ നമുക്ക് ചാടാം. നമ്മൾ രണ്ടും കൽപ്പിച്ച് ചാടാൻ തോന്നുന്നു. കള്ളക്ക് വലിയതാണ്. നമ്മളിവിടെ കുറച്ച് ഇരിക്കുകയാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് അടുത്ത് വേണ്ട നമുക്ക് വേഗം തന്നെ പോയിട്ട് ഷെഡ് ചെയ്യുകൊണ്ട് ഷെഡ് അങ്ങ് തുറക്കാം. കല്ലുണ്ട്. ഗ്രാനി നമുക്കത് പ്രശ്നമില്ല. നമുക്ക് ഇറങ്ങി പോവാം. മോഞ്ഞേടാ മോഞ്ഞ് എങ്ങോട്ടാ ഓടുന്നേ? ഞാനങ്ങോട്ട് വരട്ടെ. മോഞ്ഞ് ഇത്രയും നേരം എന്നെ അടിച്ചിട്ടിട്ട് എന്നെ കൊല്ലി ചെയ്തിട്ട് പറയാ. ഗ്രാനി അങ്ങനെ വരണ്ട. ഗ്രാനി സന്തോഷം തന്നെ. എനിക്ക് സന്തോഷം തന്നെ. ഗ്രാനിൻ്റെ എല്ലായിടത്തും പുറകുന്നുണ്ട്. നമുക്കിതങ്ങോട്ട് പോയാൽ നമുക്ക് ജനറേറ്റർ കേബിളും കൂടി കൊണ്ടുപോയി വെച്ച് വിൽക്കാൻ കിട്ടിയിട്ട് ഗൈസ് നമ്മൾ ഫൈനലി എസ്കേപ്പ് ആകാൻ പോകുന്നു. നമ്മള് ജനറേറ്റർ കൊണ്ടുപോയിട്ട് മറന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് താഴെ നമ്മൾ ക്രോബാർ പൊളിച്ച് ആ സ്ഥലത്താണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പറഞ്ഞു പോയത്. തള്ള ഉള്ളോട്ട് കയറി തള്ളക്ക് വട്ടാണ്. തള്ള നമുക്ക് വിളിക്കാൻ കഴിയും ഗൈസ്. നമ്മൾ ട്രാപ്പ് കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്. വേഗം തന്നെ ഇത് ഇതാക്കണം, അല്ലെങ്കിൽ ഗൈസ്. ഒളിച്ചിട്ടുണ്ട്. നമ്മളെ കണ്ടിപ്പിക്കില്ലാന്ന് തോന്നുന്നു. മോങ്ങേടാണ് മോങ്ങേടാ ഇങ്ങോട്ട് വരുന്നാളോ കണ്ട്. മോങ്ങേ ഐ സി യു. എനിക്ക് നല്ല പൂതി നമ്മളപ്പോൾ ഐ സി കളിക്കാൻ. നമുക്ക് ഐ സിയിലാക്കി കൊടുക്കാല്ലേ. ഹായ് മച്ചാമാരെ, നിങ്ങൾ അടുത്ത വീഡിയോ ഗ്രാനി 1 ആണോ ഗ്രാനി 2 ആണോ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഗ്രാനി 1 ആണെങ്കിൽ നമുക്ക് വേഗം ജനറേറ്റർ കേബിൾ കൊണ്ടേ വെക്കണം. എന്നാൽ നമ്മൾ കളി ജയിക്കൂ. രണ്ടും കളിപ്പിച്ച് നമ്മൾ ഇറങ്ങുന്നു. വീണ്ടും വരരുതേ അല്ലാ വരരുതേ. നമുക്ക് മേലോട്ട് പോയിട്ട് ചെറിയൊരു ഐഡിയ ഉണ്ട്. തള്ളവിടെ എന്തും തോന്നുന്നു. തള്ള പ്രേരമുള്ളമായി തോന്നുന്നുണ്ട്. നമ്മൾ മേലോട്ടേക്ക് പോവാണ്. മേലോട്ടേക്ക് പോകണോ? പോകണ്ട, നമ്മൾ ജനറേറ്റർ കേബിൾ അല്ലേ എനിക്ക് മറവി രോഗമുണ്ട്. പക്ഷെ നമ്മക്കില്ല ഗൈസ്, നമ്മൾ ലെജൻഡാണ്. നമ്മുടെ കുറച്ച് ലെജൻഡ് വോയിസ് ഉണ്ട്. അച്ഛന്മാരെ നമ്മൾ ഫുട്ബോളിന്റെ വീഡിയോ മൊബൈൽ പെപ്സി കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ അതോടും അതിനപ്പുറം അങ്ങോട്ടേക്ക് ചാടാം. വേഗം നമുക്ക് പോവാം. നമുക്ക് അടുക്കളയിലേക്ക് വീൽ ക്രാങ്ക് ഉണ്ട് ഗൈസ്. വീൽ ക്രാങ്ക് ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് അടുക്കണ്ടേ. നമുക്ക് അടിത്തട്ടിലേക്ക് പോവാം. ജനറേറ്റർ കേബിൾ വേഗം തന്നെ റെഡിയാക്കിയ ഗൈസ് നമ്മൾ കളി ജയിച്ചെന്ന് വേണേൽ പറയാം. രണ്ടും കളിപ്പിച്ച് ചാവുന്നുണ്ട്. ചാവട്ടെ ഗൈസ്. അങ്ങനെ പേടിച്ചാൽ നമുക്ക് ഈ ലോകത്തൊന്നും നടക്കില്ല ഗൈസ്. ഗ്രാനി അങ്ങോട്ടേക്ക് വരരുതേ ഗ്രാനി പ്ലീസ്. യു വിൽ ഗോ ഇൻ അതർ സൈഡ് പ്ലീസ്. ഞാൻ പുറത്തോട്ടേക്ക് പോയി നോക്കട്ടെ.
പക്ഷേ ഗ്രാനിപ്പോൾ ഞാൻ പുറത്തോട്ട് പോയിട്ടുണ്ട്. അത് വേഗം നോക്കി ജനറേറ്റർ കേബിൾ റെഡിയാക്കാം. എടാ ജനറേറ്റർ കേബിൾ എടുത്തിട്ട് വേഗം കറണ്ട് താക്കണം. ചമാര് നമുക്ക് ഇവിടെ ഒരു പൂച്ചുണ്ട്. നമ്മുടെ പൂച്ചൻ്റെ പേര് ബെല്ലാന്നാ. ബെല്ലാ ബോയ്. ഇവിടെ നമ്മൾ സൂക്ഷിക്കണം. ഗ്രാനി വരും. ഗ്രാനി ഏത് നിമിഷമാണെങ്കിലും വരാൻ ഗൈസ്. പുറത്തേക്കാണ് ഗൈസ് ഗ്രാനി പോയത്. അതാണ് വേറെ പ്രശ്നം. ഗൈസ് ഗ്രാനി അതിലെ കൂടി പോകുന്നുണ്ട്. നമുക്ക് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കാം. കല്ല് കൂടെ കുറേ ഉണ്ട് ഗൈസ്. നമ്മൾ കല്ലുണ്ടായ സമയത്തൊന്നും ഉണ്ടാവില്ല ഗൈസ്. ഇതാണ് ഗൈസ് ജനറേറ്റർ ഓൺ ആക്കാം. ചമാര് ഇങ്ങോട്ടാണ് തള്ള വരുന്നത്. നമ്മൾ ഇവിടെയാണ് ഗൈസ്. നമുക്ക് നൈസായിട്ട് ജനറേറ്റർ ഓൺ ആക്കാം. നമ്മൾ കണ്ടിട്ടില്ല. വേഗം തന്നെ ജനറേറ്റർ ഓൺ ആക്കാം. വായിലങ്ങ് നടക്കാം. ചമാര് ഇനി മോള് പോയിട്ട് സ്വിച്ച് ഓൺ ആക്കണം തോന്നുന്നു. സൗണ്ട് ഉണ്ടായി. വട്ടൻ ഓടിക്കോ. ചമാര് തള്ള എങ്ങോട്ടാ പോയി? മോള് പോയിട്ട് മോളൊക്കെ വേണ്ട സ്വിച്ച് ഓൺ ആക്കണം. ഓ സെൻസിറ്റിവിറ്റി ആയിട്ട് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. സെൻസിറ്റീവ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത് കളിക്കുന്നവർക്ക് നല്ല പ്രയാസമാണ്. നമ്മുടെ ഗ്രാനൈറ്റിൽ കളിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രാനി മുകളിലോട്ടൊക്കെ പോയാൽ തോന്നുന്നു. അല്ല നമ്മൾ രണ്ടും കളിച്ചിട്ട് പോകുന്നു. നമ്മൾ ഏതോ വായ തുറക്കുന്ന സൗണ്ട് ഇല്ല. നമ്മൾ ധൈര്യശാലിയാണ്. നമ്മളെ നമ്മൾ അടുക്കള ഭാഗത്തേക്ക് പോകാൻ നോക്കുന്നവരും കഴിച്ചിട്ടാണ്. ഭാഗത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഗ്രാനിക്ക് എന്തിനാ ചേടാ വരുന്ന നമുക്ക് ഇതിലെ കൂടി കറങ്ങിയിട്ടെങ്കിൽ മുകളിലേക്ക് പോവാം. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയി. വേഗം പോയി. അത്രക്കും നല്ല ഡൈസ്. സെൻസിറ്റീവാണ് അച്ഛാ മതി. നിങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് വേഗം തന്നെ നമുക്ക് മുകളിലോട്ട് പോകണം. അല്ലെങ്കിൽ കഴിച്ചിട്ട് ഗ്രാനി നമ്മൾ പിടിക്കുന്നതായിരിക്കും. നമുക്ക് സ്വിച്ച് പോകണം. നമ്മൾ ഗ്രാനി കണ്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് പ്രശ്നമില്ല. ദൂരെ കിട്ടിയാൽ നമ്മൾ കളി വയ്ക്കുന്നതായിരിക്കും. വേഗം സ്വിച്ച് നോക്കണം. എനിക്ക് ഇവിടെ നമ്മൾ സ്മൂത്താവണം. വായിലങ്ങോട്ട് വായിൽ വെക്കാൻ വേഗം നമുക്ക് സ്വിച്ച് അങ്ങനെ നോക്കാം ഗൈസ്. നമുക്ക് വേഗം മുകളിലോട്ട് പോകാം. നമ്മളെ അതിന് നമുക്ക് വേണ്ട സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കളിക്കുന്ന സാധനം കൂടി മാത്രം മതി. എന്നാലും നമ്മൾ കളിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ചാടി നമുക്ക് കിട്ടും സാധനം. ഹാൻഡ് വീലാണ്. ഹാൻഡ് വീൽ അങ്ങനെ എന്തോ ഒരു സാധനമാണ് അത്. ഹാൻഡ് വീൽ അറിയില്ല. തള്ള അവിടെ ഉണ്ട്. തള്ളാണ്. നിങ്ങൾക്ക് ഇവിടെ ടെഡ് ഉണ്ട് ഗൈസ്. ടെഡ് നമ്മളെ ടെഡ് ഉണ്ട്. പക്ഷെ നമ്മളെ ടെഡ് ഇല്ല. നമുക്ക് വേഗം പോയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ രണ്ട് കളിപ്പിച്ചിട്ടാണ് പോയത് ഗൈസ്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്കില്ല ഇതിൻ്റെ അടിയിലേക്ക് പോകാം ഗൈസ്. ഇത് നമുക്ക് എടുക്കാം. വേഗം തന്നെ എടുക്കാം. ഇതും കൊണ്ട് നമ്മൾ ആവാൻ പോവുകയാണ് ഗൈസ്. ഗ്രാനി വന്നതല്ല, നമ്മൾ അറിയാണ്ട്. അതെങ്ങനെ അറിയില്ല. ഗിച്ചായിട്ട് എന്തോ പ്രശ്നത്തിൽ നമ്മൾ ചത്താണ്. ശരിക്കും ഒന്നാണ് വേണ്ടത്. ഓക്കെ നമുക്ക് ഇതുകൊണ്ട് വേറെ നമ്മളിത് കൊണ്ട് വെക്കാൻ പോവാണ്. അപ്പം നമ്മൾ കളി ജയിക്കുന്നതായിരിക്കും. ഗ്രാനി പക്ഷെ പ്രശ്നമില്ല. കൊണ്ടേ ഇടുക ഗൈസ്. നമ്മുടെ ഇപ്പുറത്ത് മുതലച്ചേട്ടനുണ്ട്. ബൈ ബൈ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളെല്ലാം റെഡി ആയിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഫ്രം ജയ ഗെയിമിംഗ് 0.10. മോങ്ങേടാ മോങ്ങേ ടാറ്റ ബൈ ബൈ.